അല്ല അത് ലോകത്താർക്കും മനസ്സിലായിട്ടില്ല. എന്റെ പൊന്ന് മക്കളെ, ഏതായാലും ഈ മറ്റേ ഒരു ചോദ്യം ചോദിച്ചില്ലേ കുട്ടിയോട്, അത് വെച്ചേക്കണേ. ഇനി എവിടെയും ചോദിക്കാം. സ്വതന്ത്രമായിട്ടൊരു അഭിപ്രായം പറയാൻ മേലെ വേണ്ടെങ്കിൽ വേണ്ട. അതാ നല്ലത്. ഇന്നൊന്ന് സൈൻ ചെയ്യണം ഇവിടെ. അല്ലെന്നല്ലേ ഇവര് പറയുന്നത്? എനിക്ക് മനസ്സിലായില്ലെന്ന് മനസ്സിലാവുന്ന ആരോടെങ്കിലും ഒന്ന് അത് വെച്ചേക്കണേ എന്ന് പറഞ്ഞ എനിക്ക് എന്റെ സ്റ്റാറ്റസ് നോക്കണ്ടേ? അല്ലല്ല, ഇവളാണല്ലോ എന്റെ കർത്താവ് വിശ്വസിച്ച ഞാൻ താലോലിച്ച് ഓമനിച്ച് ഉമ്മ കൊടുത്ത് ഇവിടം വരെ സേഫ് ആയിട്ട് കൊണ്ടുവന്നാക്കിയത്. ഉൾക്കൊണ്ട പാഠം എന്താണ്? ഉൾക്കൊണ്ട പാഠമല്ല, ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം, ശരിക്കും മനസ്സിലാക്കി തരാം. അതായത് ഇപ്പൊ മധുരമീ ജീവിതം എന്ന് പറഞ്ഞ സിനിമ ഇതിൽ അഭിനയിച്ചു. ഇവരിപ്പോ ഇവിടെയുള്ള കുറെ കഥകൾ പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൽ ഉൾക്കൊണ്ടൊരു പാഠത്തിൽ നിന്നും ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ, ഈ സിനിമയിൽ അഭിനയിക്കാതിരുന്നെങ്കിൽ പിന്നെ ഈ പാഠം പഠിച്ചില്ലെങ്കിൽ നമ്മൾ ഈ വേറെ പടത്തിൽ അഭിനയിക്കുമ്പോൾ ഈ സിനിമയായിട്ട് വന്നിട്ട് ഈ പാഠം കൊണ്ട് വേറെ എന്തെങ്കിലും സിനിമയിൽ അഭിനയിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? ഒരു കൈ കൊണ്ട് തല്ലിയിട്ട് മറു കൈ കൊണ്ട് തലോടി കരുണ കാണിക്കുന്നു ചേട്ടനെ എനിക്ക് മനസ്സിലാകുന്നേയില്ല. ഈ സ്വീകരണത്തിന് നമ്മളോട് എല്ലാരോടും അത്യധികം ഇപ്പൊ ഹൈദരാലി നമ്മളോട് ചോദ്യം ചോദിച്ചു, വേറൊരാളുടെ ചോദ്യം ചോദിക്കാൻ വന്നു. അപ്പൊ ഇയാൾ ഈ ചോദ്യം ചോദിച്ചില്ലായിരുന്നെങ്കിൽ ഹൈദരാലി ആ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് ഇയാൾ ചോദിക്കുന്ന ചോദ്യത്തോട് എന്ത് ഉത്തരം പറയും? മതിയാക്ക്, രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട. മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. മൊത്തം കുഴപ്പമാണല്ലോടാ. മനസ്സിലായിട്ടില്ല? ശ്രദ്ധിക്കാൻ മനസ്സിലായില്ല? ഞാൻ കേട്ടില്ല ശരിക്കും. കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. അല്ല ആ ചോദ്യം എന്തായിരുന്നു അത് പറയാമോ? ഗായത്രി, ഞാൻ ചോദിച്ച ചോദ്യം, പ്രൊഫസർക്ക് നല്ല കാലം വരാൻ പോണെന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച രേഖ നോക്കി പറഞ്ഞില്ലേ? നോക്കിക്കോ, ഇനി തുരുതുരാ പരിപാടി കിട്ടും. ഞാൻ ചോദിച്ച ചോദ്യം, മധുരമയ ജീവിതം ഇവര് പറഞ്ഞ കഥകൾ കേട്ടല്ലോ. ഈ കഥകൾ കേട്ട് കഴിഞ്ഞപ്പോൾ അതിൽ അഭിനയിച്ചപ്പോൾ ഈ കഥയുമായിട്ട് എന്തെങ്കിലും സാമ്യമുണ്ടെന്ന് ചോദിച്ചു. അങ്ങനെ തന്നെ ഞാൻ ചോദിച്ചു. അല്ലേലും ഞാനിവിടെ ഒരുമാതിരി നല്ല രീതിയിൽ ഫേമസ് ആയിട്ടുണ്ട്. മാർക്കറ്റിലൊക്കെ പോകുമ്പോ ആളുകൾ എന്നെ തിരിച്ചറിയാൻ തുടങ്ങി. ഉൾക്കൊണ്ട പാഠം എന്താണ്? ഉൾക്കൊണ്ട പാഠമല്ല, തന്റെ പ്രായം ഇതായി പോയി, ഇല്ലെങ്കിൽ ചവിട്ടി നട്ടല് പറിച്ചെടുത്ത് പി ഊതിയാണ് ശരവണൻ.